ബ്രിട്ടീസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ മക്കളെ. ഇതാ നാളെ നമ്മുടെ ബയോളജി എക്സാം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള, ഏറ്റവും കൂടുതൽ ടെൻഷൻ ആക്കുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും നമ്മുടെ അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ്, അല്ലെങ്കിൽ ഇഴപെരിയുന്ന ജനിതക രഹസ്യങ്ങൾ. ഈ പാഠഭാഗത്ത് നിന്ന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ മക്കളും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കണം. സോ നിങ്ങൾക്ക് ക്രോസ് കാണുമ്പോഴും അല്ലെങ്കിൽ റേഷ്യോ ചോദിക്കുമ്പോഴൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ, പലരും പറഞ്ഞു തന്നു, ക്ലാസ്സിലും പറഞ്ഞു തന്നു, എന്നിട്ടും മനസ്സിലാവുന്നില്ല, കൺഫ്യൂഷൻ വരുന്നുണ്ട് എങ്കിൽ മിസ് ക്രോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നതാണ്. ഈ വീഡിയോ എല്ലാവരും തന്നെ എന്ത് ചെയ്യണം, കാണണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്രോസിംഗ് വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഫുൾ കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. The scientist who had laid the foundation on genetics. മക്കളെ, ജനിതക ശാസ്ത്രത്തിന് അടിത്തറ പാകിയ ശാസ്ത്രജ്ഞൻ ഏതാണെന്നാണ്? കാൾ ലീനിയസ്, ഗ്രിഗർ ജോഹാൻ മെൻഡൽ, ജെയിംസ് വാട്സൺ, ചാൾസ് ഡാർവിൻ. ജനറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാകും. ഇറ്റ് ഈസ് ഗ്രിഗർ ജോഹാൻ മെൻഡൽ അല്ലെ, ഫാദർ ഓഫ് ജനറ്റിക്സ്. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ ജോഹാൻ മെൻഡൽ ആണ്. രണ്ടാമത്തേത്, ഡിഫറെന്റ് ഫോംസ് ഓഫ് ജീൻസ് ദാറ്റ് കൺട്രോൾ ദ ട്രയഡ്. സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ജീനുകളുടെ വ്യത്യസ്ത രൂപങ്ങളെ നമ്മൾ പറയുന്നതാണ് അലീൽ എന്ന്. എന്താണ് അലീൽ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫീമെയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഇതാണിത്. ഫീമെയിൽസിലെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന്? ഫീമെയിൽസിൽ എക്സും ആണുള്ളത്. 44+XX ആണ് ഫീമെയിൽസിന്റെ ജനിതക ഘടന. ഇനി അതിന്റെ കൂടെ തന്നെ നമുക്ക് മെയിൽസിന്റെയും കൂടെ പഠിക്കാം, പുരുഷന്മാരുടേത്. പുരുഷന്മാരുടെ എത്രയാണ് വരിക? 44+XY ആണ് വരിക. ഇനി മക്കളെ, ഗമേറ്റുകളുടെയാണ് ചോദിച്ചതെന്ന് വിചാരിക്കാം. മെയിൽസിന്റെ ഗമേറ്റ് വരുമ്പോൾ എത്രയാ വരുക? ഒന്നെങ്കിൽ 22+X വരും, ഒന്നെങ്കിൽ 22+X വരും, അല്ലെങ്കിലോ 22+Y വരും. ഇതാണ് പുരുഷന്മാരിൽ നിന്നുണ്ടാവുന്ന സ്പേമിലുള്ള ജനറ്റിക് മെറ്റീരിയലിലെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഗമേറ്റ് സ്പേമിൽ ഉണ്ടാവുന്ന എങ്ങനെയാണ്? 22+X അല്ലെങ്കിൽ 22+Y. ഇനി ഓവത്തിന്റെ എങ്ങനെയായിരിക്കും? ഓവത്തിൽ എങ്ങനെയാ വരിക? അത് 22+X ആയിരിക്കും വരിക. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഗമേറ്റുകളിലേക്ക് വരുമ്പോൾ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ക്രോമസോമിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഓക്കെ, ഇനി ദ ഷുഗർ സീൻ ഇൻ DNA. DNA യിൽ കാണപ്പെടുന്ന പഞ്ചസാര ഏത് മക്കളെ? ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. റൈബോസ് ഷുഗർ ആണ് എവിടെ കാണുന്നത്? നമ്മൾ RNA യിൽ കാണുന്നത്. RNA യിൽ കാണുന്ന പഞ്ചസാര റൈബോസ് ഷുഗർ ആണ്. Fill up the blank by observing relationship between the first pair. പദബന്ധം മനസ്സിലാക്കി പൂരിപ്പിക്കാനാണ്. DNA 2 strands, 2 ഇഴകളുണ്ട്. RNA എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ സ്ട്രാൻഡ് ആണ് അല്ലേ? യെസ്, ഒരു ഇഴയാണുള്ളത്. ഇനി അസോസിയേറ്റഡ് വിത്ത് റൈബോസോം ആണ് RNA. റൈബോസോമുമായിട്ട് അസോസിയേറ്റ് ചെയ്ത RNA നമ്മൾ എന്ത് പറയുന്നു? RNA, റൈബോസോമൽ RNA എന്ന് പറയുന്നു. അമിനോ ആസിഡിനെ ക്യാരി ചെയ്ത് റൈബോസോമിൽ കൊണ്ടുവരുന്നതിനെ നമ്മൾ പറയുന്നതാണ് tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA എന്ന് പറയുന്നു. ഉയരം കൂടിയതിനെ ക്യാപിറ്റൽ T എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഉയരം കുറഞ്ഞത് എന്താണ്? സ്മോൾ t. അതായത് ഡ്വാഫ്. ഉയരം കുറഞ്ഞതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ t കൊണ്ടാണ്. ഇനി observe the illustration related to hybridization of 2 types of pea plant. Answer the following question. മെയിൽ പ്ലാന്റും ഫീമെയിൽ പ്ലാന്റും തന്നിട്ടുണ്ട് അല്ലെ, പുരുഷനും സ്ത്രീയുടെയും തന്നിട്ടുണ്ട്. റൗണ്ട് സീഡഡ് വൈറ്റ് കളർ, അല്ലെങ്കിൽ ഏതാണ്? ഫ്ലാറ്റ് സീഡ് റെഡ് കളർ. വിച്ച് ആർ ദ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ്ഡ് ഇൻ ഫസ്റ്റ് ജനറേഷൻ? ഫസ്റ്റ് ജനറേഷനിൽ കൊടുത്തിരിക്കുന്ന ഏതാണ്? RR, ക്യാപിറ്റൽ W, സ്മോൾ w ആണ്. അപ്പൊ ഏതാ വരിക? റൗണ്ട് സീഡഡും വൈറ്റ് കളറും അല്ലെ? യെസ്. അപ്പം നമുക്ക് പറയാം ഏതാണ്? ഉരുണ്ട വിത്തുള്ളതും വെളുത്ത നിറമുള്ളത്. ഓക്കെ, ഉരുണ്ട ഇതുള്ളതും വെളുത്ത നിലവുള്ളതും. റൗണ്ട് സീഡഡ് വൈറ്റ് ഫ്ലവർ, വൃത്താകൃതിയിലുള്ള വിത്തും അതുപോലെ തന്നെ വെളുത്ത പുഷ്പവുമാണ് ഉണ്ടാവുക. ഈ പരീക്ഷണത്തിൽ മറഞ്ഞിരിക്കുന്ന കഥാപാത്രങ്ങൾ ഏതാ? ഫ്ലാറ്റ് സീഡും റെഡ് കളറും അല്ലെ. അതായത് ഫ്ലാറ്റ് സീഡും ചുവന്ന, അതിൽ നമുക്ക് പറയാം പരന്ന വിത്തും ചുവന്ന കളറുള്ള പൂവുമാണ് അവിടെ ഹിഡൻ ആയിട്ടുള്ളത്, ഒളിഞ്ഞിരിക്കുന്ന ഫീച്ചർ എന്ന് പറയുന്നത്. ഇനിയോ അടുത്ത തലമുറയിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ സാധ്യമായിട്ടുള്ള ആവിഷ്കാരം എഴുതാനാണ് F2 ജനറേഷനിൽ നമുക്കറിയാം
ഇതിൽ എന്താ സംഭവിക്കുക? ആർ ആർ ക്യാപിറ്റൽ സ്മോൾ, ആർ ആർ ക്യാപിറ്റൽ സ്മോൾ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഗമേറ്റ് കിട്ടും. ആർ ഡബ്ല്യു, ആർ സ്മോൾ ഡബ്ല്യു, സ്മോൾ ആർ ക്യാപിറ്റൽ ഡബ്ല്യു, സ്മോൾ ആർ സ്മോൾ ഡബ്ല്യു, ഇതാണ് നമുക്ക് ക്രോസിന് വരിക. അത് നമ്മൾ എന്ത് ചെയ്തു? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ അതേ ഗമേറ്റുകൾ എഴുതി. ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോ ഗമേറ്റുകൾ എങ്ങനെ രൂപപ്പെടുന്നതെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എങ്കിലും മിസ് പറഞ്ഞു തരാം, ശ്രദ്ധിക്കണേ. നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു, ഇതാണ് നമ്മുടെ F1 ജനറേഷനിൽ കിട്ടിയിട്ടുള്ള പ്രോജനി. ഇനി ഇതിൽ നിന്ന് എങ്ങനെ ഗമേറ്റ് എടുക്കും? F1 ജനറേഷനിൽ നമ്മൾ F1 ഇൻറ്റു F1 ആണ് ചെയ്യാൻ പോകുന്നത് അല്ലെ. അപ്പൊ അടുത്ത F2 ജനറേഷനിലേക്ക് കിട്ടണമെങ്കിൽ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു, ഇതിനെയാണ് നമുക്ക് ക്രോസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇതിനെയും ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഗമേറ്റുകളെ എടുക്കുന്നത്. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ഡബ്ല്യു, ക്യാപിറ്റൽ ആർ സ്മോൾ ഡബ്ല്യു, സ്മോൾ ആർ ക്യാപിറ്റൽ ഡബ്ല്യു, സ്മോൾ ആർ സ്മോൾ ഡബ്ല്യു. ഇതേപോലെ തന്നെയാണ് ഇപ്പുറത്തും വരിക. ഇതിനെ നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ഡബ്ല്യു, ക്യാപിറ്റൽ ആർ സ്മോൾ ഡബ്ല്യു, സ്മോൾ ആർ ക്യാപിറ്റൽ ഡബ്ല്യു, സ്മോൾ ആർ സ്മോൾ ഡബ്ല്യു. ഇനി എന്ത് ചെയ്യും? ഇവരെ നമ്മൾ ഒന്ന് താഴോട്ട് പുന്നറ്റ് സ്ക്വയർ ആണ് വരയ്ക്കുന്നതെങ്കിൽ ഈ സൈഡിലുമായിട്ട് നമ്മൾ എഴുതുന്നു. എന്നിട്ട് ഇത് കണ്ടോ, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ഡബ്ല്യു, ഇതിനെ ജോയിൻ ചെയ്ത് നമുക്ക് ഇത് കിട്ടുന്നു. ഇവിടുത്തെ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു, ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു വന്നു. ക്യാപിറ്റൽ ഡബ്ല്യു വന്നു. അതേപോലെ തന്നെ ഇവിടെയും ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു വന്നു. ഇനി ഇങ്ങോട്ട് വരുമ്പോഴോ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു, ക്യാപിറ്റൽ ആർ സ്മോൾ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു. കണ്ടോ? ഇതേപോലെ നമ്മൾ പുന്നറ്റ് സ്ക്വയർ വരച്ചിട്ട് ഓരോന്നിനെയും ജോയിൻ ചെയ്ത് എടുക്കുന്നു. ഇനി ഇതിൽ നിന്ന് ജീനോടൈപ്പും ഫീനോടൈപ്പും ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് ഇതാണ് ഫീച്ചർ കിട്ടുക. അപ്പൊ നമുക്ക് എങ്ങനത്തെ ഫീച്ചർ കിട്ടും? കണ്ടോ, ക്യാപിറ്റൽ റൗണ്ടഡ് സീഡഡ് വൈറ്റ് ഫ്ലവർ കിട്ടും. റൗണ്ടഡ് സീഡഡ് വൈറ്റ് ഫ്ലവർ, റൗണ്ട് സീഡഡ് വൈറ്റ്, ഇവിടെയും റൗണ്ട് സീഡഡ്. പക്ഷെ ഇവിടെ നോക്കുക, റൗണ്ട് സീഡഡ് റെഡ് ഫ്ലവർ കിട്ടി. അതേപോലെ തന്നെ ഇവിടെയും റൗണ്ട് സീഡഡ് റെഡ് ഫ്ലവർ കിട്ടി. ഇവിടെ റൗണ്ട് സീഡഡ് വൈറ്റ് ഫ്ലവർ, റൗണ്ട് സീഡഡ്. ഇവിടെയോ ഫ്ലാറ്റ് സീഡഡ് വൈറ്റ് ഫ്ലവർ കിട്ടി, ഫ്ലാറ്റ് സീഡഡ് വൈറ്റ് ഫ്ലവർ കിട്ടി. ഇവിടെയും റൗണ്ട് സീഡഡ് വൈറ്റ് ഫ്ലവർ കിട്ടി. ഇവിടെയും റൗണ്ട് സീഡഡ് റെഡ് കളർ കിട്ടി. ഇവിടെ ഫ്ലാറ്റ് സീഡഡ് വൈറ്റ് കളർ കിട്ടി. ഇവിടെയോ ഫ്ലാറ്റ് സീഡഡ് റെഡ് കളർ കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ ഡബ്ല്യു ഇങ്ങനെയുള്ളതാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് റൗണ്ട് സീഡഡ് വൈറ്റ് ഫ്ലവർ ആണ്. ഇനി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു, ഇതും റൗണ്ട് സീഡഡ് വൈറ്റ് ഫ്ലവർ ആണ്. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു, ഇതും എന്താണ്? റൗണ്ട് സീഡഡ് വൈറ്റ് ഫ്ലവർ, ഉരുണ്ട വിത്തുള്ളതും വെളുത്ത നിറവുമുള്ള ചെടി തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ഞാൻ പറയാം. ക്യാപിറ്റൽ ആർ സ്മോൾ ആ വരുന്നതെങ്കിലോ ഇതെന്താണ്? റൗണ്ട് സീഡഡ് റെഡ് കളർ ഫ്ലവർ ആണ്. ഇതും റൗണ്ട് സീഡഡ് റെഡ് കളർ ഫ്ലവർ ആണ്. ഇതും റൗണ്ട് സീഡഡ് റെഡ് കളർ ഫ്ലവർ ആണ്. മനസ്സിലായോ? ഇതിന് ഈ രണ്ട് കണക്ഷൻ ആണ് വരിക. റൗണ്ട് സീഡഡ് റെഡ് കളർ ഫ്ലവർ ആണ്. അപ്പൊ ഓരോന്നിന്റെയും ജീനോടൈപ്പ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഫീനോടൈപ്പ് മനസ്സിലാക്കുന്നത്. അപ്പൊ ജീനോടൈപ്പ് എത്ര എണ്ണം ഉണ്ടോ ഒരേപോലത്തെ എന്ന് നോക്കുക. അപ്പൊ ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ ഡബ്ല്യു ഉള്ളത് എത്ര എണ്ണമാ ഉള്ളത്? ഒന്നുണ്ട്. പിന്നെ ഉണ്ടോ? ഇത് ഒന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ ആ റേഷ്യോ ആണ് 1:2:1:2. പക്ഷെ നമുക്കത് പഠിക്കാനല്ല, നിങ്ങൾ ഫീനോടൈപ്പിക് റേഷ്യോ പഠിച്ചാൽ മതി. ഇവിടെ ഫീനോടിപ്പിക് റേഷ്യോ, അതായത് ഇവരുടെ കളറുകളെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ട് നോക്കിയാൽ മതി. അപ്പൊ റൗണ്ട് സീഡഡ് വൈറ്റ് ഫ്ലവർ ഉള്ളത് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, പിന്നെ 6, 7, 8, 9 റൗണ്ട് സീഡഡ് വൈറ്റ് ഫ്ലവർ ഉള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? റൗണ്ട് സീഡഡ് വൈറ്റ് ഫ്ലവർ ഉള്ളത് 9 എണ്ണം ഉണ്ട്. ഇനി റൗണ്ട് സീഡഡ് റെഡ് ഫ്ലവർ ഉള്ളത് എടുക്കാം. റൗണ്ട് സീഡഡ് റെഡ് ഫ്ലവർ ഉള്ളത്, ഉരുണ്ട വിത്തും ചുവപ്പ് നിറം ഉള്ളത്, അത് എത്ര എണ്ണം ഉണ്ട് നോക്കാം. റൗണ്ട് സീഡഡ് റെഡ് ഫ്ലവർ 1,
2 1 2 3 3 എണ്ണമാണ് ഉള്ളത്. ഇതേപോലെ തന്നെ ഫ്ലാറ്റ് സീഡഡ് വൈറ്റ് ഫ്ലവർ നോക്കാം, എത്ര എണ്ണം ഉണ്ടെന്ന്. 1 2 3, അതും 3 ആണ്. ഇനി ഫ്ലാറ്റ് സീഡഡ് റെഡ് ഫ്ലവർ നോക്കാം, അത് എത്ര എണ്ണം ഉണ്ട്? ഇതാ 1 മാത്രമേ ഉള്ളൂ. അപ്പൊ കണ്ടോ, റൗണ്ട് സീഡഡ് വൈറ്റ് ഫ്ലവറിന്റെ കൂടെയും റൗണ്ട് സീഡഡ് റെഡ് ഫ്ലവറിന്റെ കൂടെയും ഏതാണ് ഉരുണ്ട ഫ്ലാറ്റ് സീഡഡ് ആയിട്ടുള്ള വൈറ്റ് ഫ്ലവറിന്റെയും ഫ്ലാറ്റ് സീഡഡ് ആയിട്ടുള്ള റെഡ് ഫ്ലവറിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 9:3:3:1 ആണ്. ക്ലിയർ? ഈ രീതിയിലാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫീനോട്ടിപ്പിക് റേഷ്യോ ഇവിടെ കിട്ടുന്നത്. അപ്പൊ എന്തൊക്കെ ക്യാരക്ടർ ആണെന്നേ നിങ്ങളോട് ഈ റേഷ്യോ ചോദിക്കൂ. F2ന്റെ റേഷ്യോ ഒന്നും നിങ്ങളോട് ചോദിക്കില്ല, കുറച്ചുകൂടെ ഹയർ ക്ലാസ്സിലേ വരുള്ളൂ. ഇനി ഗിവൺ ബിലോ ഇസ് ഇല്ലസ്ട്രേഷൻ ഓഫ് ക്രോസ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ റെഡ് ഫ്ലവേർഡ് ആൻഡ് വൈറ്റ് ഫ്ലവേർഡ് പീ പ്ലാന്റ്സ്. അപ്പൊ ചുവന്ന പൂക്കളുള്ളതും വെളുത്ത പൂക്കളുള്ളതും പയർച്ചെടികളിൽ നടത്തിയ ക്രോസിന്റെ ചിത്രീകരണം തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ R, സ്മോൾ r തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് ജനറേഷനിൽ എങ്ങനെ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും അല്ലേ ഉള്ളത്. ഇല്ലസ്ട്രേഷൻ ഓഫ് ക്രോസ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ റെഡ് ഫ്ലവർ ആൻഡ് വൈറ്റ് ഫ്ലവർ. ക്യാപിറ്റൽ R ഉണ്ട്, പിന്നെ സ്മോൾ r ആയിരിക്കും വൈറ്റ് വരിക അല്ലെ. അപ്പൊ എങ്ങനെ വരും? ക്യാപിറ്റൽ R സ്മോൾ r, ക്യാപിറ്റൽ R സ്മോൾ r, സ്മോൾ r, ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരിക? ക്രോസ് വരിക. കണ്ടോ? അപ്പൊ ആദ്യം F1 അല്ലേ പറഞ്ഞിരിക്കുന്നത്, ക്യാപിറ്റൽ ആറിന്റെ കൂടെ ക്യാപിറ്റൽ R വരും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്ക്, രണ്ടിനെയും എങ്ങനെ ഫില്ല് ചെയ്യാം? ക്യാപിറ്റൽ R, സ്മോൾ r. അപ്പൊ രണ്ടിനെയും ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ R കിട്ടും. ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ R സ്മോൾ r കിട്ടും. ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ R സ്മോൾ r കിട്ടും. ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ സ്മോൾ r കിട്ടും. അപ്പൊ ഇതിന്റെ റേഷ്യോ നിങ്ങൾ നോക്ക്, ക്യാപിറ്റൽ R ഈസ് ടു, ക്യാപിറ്റൽ R സ്മോൾ r ഈസ് ടു, സ്മോൾ r. ക്യാപിറ്റൽ R ഒറ്റ ഒരെണ്ണവേ ഉള്ളൂ. അതേപോലെ ക്യാപിറ്റൽ R സ്മോൾ r രണ്ടെണ്ണം ഉണ്ട്. സ്മോൾ r സ്മോൾ 1. അപ്പൊ അതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ എത്രയാ? 1:2:1 ആണ്. ഇനി റെഡ് എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. അത് ക്യാപിറ്റൽ റെഡ്. ഈ റെഡോ? ക്യാപിറ്റൽ R റെഡ് എന്ന് പറയുമ്പോ ക്യാപിറ്റൽ ആറും റെഡ് ആണ്, ക്യാപിറ്റൽ R സ്മോൾ ആറും റെഡ് ആണ്. അപ്പൊ അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. വൈറ്റ് എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. ഇതിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 3:1. അപ്പൊ 1:2:1 എന്ന് പറയുന്നത് ജീനോട്ടിപ്പിക് റേഷ്യോ ആണ്. 3:1 എന്ന് പറയുന്നത് ഫീനോട്ടിപ്പിക് റേഷ്യോയുമാണ്. അതിന്റെ കളർ, നിറം, നമ്മൾ പുറത്തോട്ട് കാണുന്ന ഫീച്ചറിനെയാണ് നമ്മൾ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതുപോലെയാണ് അതിന്റെ ക്രോസ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ക്രോസ് നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി ഈ പാഠഭാഗത്ത് നിന്ന് വരുന്ന മറ്റൊരു ചോദ്യം കണ്ടോ? ഒബ്സർവ് ദ illustration related to protein synthesis and answer the question. XY എന്താണെന്നാണ്. X എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? mRNA ആണ്. Y എന്ന് പറയുന്നത് നമ്മുടെ റൈബോസോം ആണ്. അടുത്ത ചോദ്യം, ഈ പ്രവർത്തനത്തിൽ X എന്ന ഭാഗത്തിന്റെ പങ്കെന്ത്? X എന്താ ചെയ്യുന്നത്? DNA-യിൽ നിന്നുള്ള മെസ്സേജിനെ കൊണ്ട് കൊടുക്കുന്നു അല്ലെ. mRNA ക്യാരി ഇൻഫർമേഷൻ ഫ്രം DNA ടു റൈബോസോം ആൻഡ് കൺട്രോൾ പ്രോട്ടീൻ സിന്തസിസ്. mRNA എന്ത് ചെയ്യുന്നു? ക്യാരീസ് എല്ലാ തരത്തിലും DNA-യിൽ നിന്നുമുള്ള സന്ദേശം റൈബോസോമിൽ എത്തിക്കുന്നു. റൈബോസോമിൽ എത്തിച്ച് എന്ത് ചെയ്യുന്നു? പ്രോട്ടീൻ നിർമ്മാണം നടത്തുന്നു. ഇനി സി എന്താ? Y എന്ന ഭാഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷൻ ഓഫ് mRNA. പ്രോട്ടീൻ ഈസ് സിന്തസൈസ്ഡ് ബൈ ആഡിങ് അമിനോ ആസിഡ്. അവിടെ എന്ത് ചെയ്യുന്നു? അമിനോ ആസിഡുകളെ ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കുന്നു. ഇത് എവിടെയാണ് നടക്കുന്നത്? റൈബോസോമിലാണ് നടക്കുന്നത്. അപ്പം ക്ലിയർ ആക്കി വെക്കണേ. X എന്ന് പറയുന്നത് mRNA ആണ്, Y എന്ന് പറയുന്നത് റൈബോസോം ആണ്. ഈ ചിത്രം എന്തായാലും പഠിച്ചു വെക്കണം, ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി ഇവിടെ നോക്ക്, വാട്ട് ഡസ് ഇല്ലസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് മക്കളെ? ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്, പിന്നെയോ ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ട്, ഒരു നൈട്രജൻ ബേസും ഉണ്ട്. ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ന്യൂക്ലിയോടൈഡ് എന്നാട്ടോ.
ന്യൂക്ലിയോടൈഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അനലൈസ് ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ വിച്ച് പ്രോസസ് ഡസ് ദിസ് ഇല്ലസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്, ഹൗ ഡസ് ദിസ് പ്രോസസ് കോസ് വേരിയേഷൻ. ഈ തന്നിട്ടുള്ളത് ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോം ആണ് അല്ലെ, ക്രോമസോമിന്റെ മുറിഞ്ഞു മാറലാണ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ദിസ് കോസ് എ ഡിഫറൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ജീൻ. ഇവിടെ എന്ത് ചെയ്തു? ജീനുകളെ തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അങ്ങനെ കൈമാറ്റം ചെയ്യുമ്പോൾ അടുത്ത ജനറേഷനിലേക്ക് എന്ത് ചെയ്യുന്നു? പുതിയ വേരിയേഷൻസുകൾ, മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ DNA ഭാഗം മുറിഞ്ഞ് മറ്റൊരു DNA ഭാഗമാവുന്നു. ഇത് ജീനുകളുടെ വിന്യാസത്തിൽ വ്യത്യാസമുണ്ടാക്കുന്നു. ഈ ക്രോമസോമുകൾ അടുത്ത തലമുറയിലേക്ക് സന്താനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ലഭിക്കുമ്പോൾ പുതിയ സ്വഭാവങ്ങൾ പ്രകടമാവുന്നതിന് കാരണമാവുന്നു. പുതിയ സ്വഭാവങ്ങൾ പ്രകടമാവുന്നതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ ക്രോസിംഗ് ഓവർ തന്നെയാണ്. ഇനി ഇവിടുത്തെ ചോദ്യം നിങ്ങൾ കാണുന്നുണ്ടോ? ടോൾ പ്ലാന്റ് റൗണ്ട് സൈൻ. മറ്റൊരു ക്രോസും കൂടെ നമുക്ക് നോക്കാം. ഇതുവരെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ കൺഫ്യൂഷൻ ഈ ഒരു ക്രോസിലൂടെ നമുക്ക് പരിഹരിക്കാം. ഇവിടെ നോക്കാം, ടോൾ പ്ലാന്റ് റൗണ്ട് സീഡ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ടോൾ പ്ലാന്റ് റൗണ്ട് സീഡ്. ടോൾ എന്ന് പറഞ്ഞാൽ ഇതും ടോളാണ്, ഇതും ടോളാണ്. പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് ക്യാപിറ്റൽ ടി തന്നെയാണ്, ക്യാപിറ്റൽ ആർ തന്നെയാണ്. ഉയരം കൂടി ഉരുണ്ട വിത്തും ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്തും തന്നിട്ടാണ്. അപ്പൊ ഉയരം കുറഞ്ഞത് എന്ന് പറയുമ്പോൾ എപ്പോഴും ഏതേ വരൂ? സ്മോൾ ടിയും ചുളുങ്ങിയ വിത്ത് സ്മോൾ ആറും ആണ് വരിക. അപ്പൊ 1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. ഇനി F1 ഏതാ ഗമേറ്റ് എന്ന് പറയുക? ക്യാപിറ്റൽ ആർ ആണ് വരിക അല്ലെ, ക്യാപിറ്റൽ ആർ ആണ് വരിക. ഇവിടെ സ്മോൾ ആർ, അങ്ങനെ F1 ജനറേഷൻ കിട്ടി. അപ്പൊ 1, 2 നമ്മൾ കണ്ടുപിടിച്ചു. F1 ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ്? F1 കിട്ടിയ ക്യാരക്ടേഴ്സ് എന്താണ്? ടോൾ, റൗണ്ട് തന്നെയാണ് അല്ലെ. ഉയരം കൂടിയ ഉരുണ്ട വിത്താണ്. യെസ്. അപ്പൊ ഇതേപോലെയാണ് ഫീച്ചർ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഹിഡൻ ആയിട്ടുള്ളത് എന്താ? നമ്മുടെ സ്മോൾ ലെറ്ററിലാണ് അല്ലെ, അവരായിരിക്കും എന്ത്? നമ്മുടെ റിസസീവ് ആയിട്ടുള്ള ക്യാരക്ടർ. ഡോമിനന്റ് ആയിട്ടുള്ളതാണ് ക്യാപിറ്റൽ ലെറ്ററിൽ വരിക. സ്റ്റേജസ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രോട്ടീൻസ് ഇൻ ദിസ് ആർ ഗിവൻ ബിലോ, അറേഞ്ച് ദം ഇൻ സീക്വൻഷ്യൽ ഓർഡർ. ഇതേപോലെയും ഓർഡർ ചോദിക്കാറുള്ളതാണ്. ഓർഡർ പഠിച്ചു വെക്കുക. mRNA എന്ത് ചെയ്യുന്നു? DNA നിന്ന് രൂപപ്പെടുന്നു, അത് ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, എന്നിട്ടോ റൈബോസോമിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് tRNA ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന റൈബോസോമിലേക്ക് അമിനോ ആസിഡുകൾ എത്തിക്കുന്നുണ്ട്. ആ അമിനോ ആസിഡിലേക്ക് mRNA എന്ത് ചെയ്യുന്നു? സന്ദേശം കൊടുക്കുന്നത് വഴി റൈബോസോം എന്ത് ചെയ്തു? അമിനോ ആസിഡുകളെ ആഡ് ചെയ്യുന്നു. അങ്ങനെ പ്രോട്ടീൻ നിർമ്മിക്കുന്നു, പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നു. അപ്പം ഈ ഒരു സ്റ്റേജ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലോ ചാർട്ട്സ് മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്രോസ് ക്ലിയർ ആയല്ലോ, ക്രോസ് എങ്ങനെ നടത്തണം എന്നുള്ളത്. അപ്പൊ പുനർസ്കെയർ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിലും അല്ലാതെ ക്രോസ് നടത്തുവാണെങ്കിലും ഇതുപോലെയാണ് ക്രോസ് ചെയ്യുന്നത്. ഗമേറ്റിനെ എഴുതുമ്പോഴും അതേപോലെ ക്രോസ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്.